അയ്യോ, ഇരിക്കടി. ബഹുമാനമൊക്കെ മനസ്സിൽ മതി. എനിക്കങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. തോന്നി എന്തൊക്കെയാ വിക്രമിന്റെ സ്വഭാവ ദൂഷ്യങ്ങള്? അച്ഛമ്മേ വേണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് സാററിഞ്ഞാ എന്റെ ജോലി തെറിക്കും. നിന്റെ ജോലി പോകാതെ നോക്കാനുള്ള പവറൊക്കെ എനിക്കുണ്ട്. നീയേ വിക്രമിന്റെ സ്വഭാവത്തെ പറ്റി പറ. നീ പറഞ്ഞൊന്നും ആരും അറിയാൻ പോകുന്നില്ല. അച്ഛമ്മയ്ക്ക് അതൊക്കെ വർഷക്കുഞ്ഞിനോട് ചോദിച്ചു മനസ്സിലാക്കിക്കൂടെ? അതൊന്നും ശരിയാവത്തില്ല. ഒരു വീട്ടിലെ ഉപ്പ് ഭരണിയുടെ ഉപ്പിന്റെ അളവ് മുതല് കിടപ്പറയിലെ ചലനങ്ങൾ വരെ വള്ളി പുള്ളി തെറ്റാതെ അറിയാവുന്നത് വേലക്കാർക്കാ. ഈ അച്ഛമ്മയ്ക്ക് നാണമില്ലേ? ഞാൻ അവരുടെ കിടപ്പറയ്ക്കടുത്തൊന്നും അങ്ങനെ പോവാറില്ല. അങ്ങനെ പോകാറില്ലെന്ന് പറഞ്ഞാ വല്ലപ്പോഴും ഒക്കെ പോകാറുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. വത്സലെ, സത്യം പറ, കിടപ്പറയിലും അവരൈക്യത്തോടെയാണോ കഴിയുന്നേ? വെറുതെ അഭിനയമേ ഉള്ളോന്നാണ് എന്റെ സംശയം. ഈ അച്ഛമ്മയുടെ ഒരു കാര്യം. അങ്ങനെ അഭിനയമേ ഉള്ളൂവെങ്കിൽ വർഷക്കുഞ്ഞ് ഗർഭിണിയാവോ? അതും ശരിയാ. വർഷ ഗർഭിണിയാണെന്നുള്ള കാര്യം ഞാനൊന്നും മറന്നു. വിക്രം സാറിന്റെ സ്വഭാവദൂഷ്യം ഞാൻ പറയാം. എപ്പോഴാ സന്തോഷിക്കുന്നതെന്നും എപ്പോഴാ കലി തുള്ളുന്നതെന്നും അറിയാൻ പറ്റത്തില്ല. കളിച്ച് ചിരിച്ച് തമാശയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്നങ്ങ് ഭയങ്കരനാവും. പിന്നെ ഒരു പുകില അച്ഛമ്മേ. വർഷക്കുഞ്ഞിനെ തെറി പറയും. പിന്നെ കുടുംബം അടച്ചാക്ഷേപിക്കും. ദൈവത്തിനാണ് സത്യം, അങ്ങനെ ഒരു സന്തോഷക്കേടല്ലാതെ വർഷക്കുഞ്ഞിന് ഒരു ദുഃഖവും ഇല്ല. ഈയിടെ ഉണ്ടായ ഒരു കശവിശയെ പറ്റി പറയാം.